ഹായ്. അപ്പോൾ നമുക്കിനി പ്ലാസ്റ്റിക്കിൽ എന്നാ 3 ഇതും കൂടി പഠിക്കാണ്ട്. അതിൽ പോളികാർബണേറ്റ്സ്, പോളിഅമൈഡ്സ്, പിന്നെ പോളിസ്റ്റൈറീൻ. ഈ 3 കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പാക്കേജിങ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് പോളികാർബണേറ്റ്സ്. പോളികാർബണേറ്റ്സ് എന്ന് പറയുന്നത് എന്താ? Polycarbonates are polyesters of unstable carbonic acid and have carbonate linkages sodium salt of bisphenol A. അപ്പോൾ എന്താണ്? പ്ലാസ്റ്റിക് എല്ലാം ഒരു പോളിമറാണ് അല്ലേ? അപ്പോൾ കാർബോണിക് ആസിഡിൻ്റെ പോളിമറാണ് പോളികാർബണേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് കാർബണേറ്റ് ലിങ്കേജ് ഉണ്ടാവുക. കാർബണേറ്റ് ലിങ്കേജ് സോഡിയം സാൾട്ട് ഓഫ് ബിസ്ഫിനോൾ എ. അപ്പോൾ ബിസ്ഫിനോൾ എൻ്റെ സോഡിയം സാൾട്ടുമായിട്ട് കാർബണേറ്റ് ലിങ്കേജസ് ആണ് പോളികാർബണേറ്റ്സിൽ ഉണ്ടാകുന്നത്. പോളികാർബണേറ്റ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ കാർബണേറ്റ് ഗ്രൂപ്പ് ഇൻ ഇറ്റ്സ് ബാക്ക് ബോൺ ചെയിൻ. അപ്പോൾ ബാക്ക് ബോൺ ചെയിനിൽ കാർബണേറ്റ് ഗ്രൂപ്പ് ഉണ്ടായത് കൊണ്ടാണ് പോളികാർബണേറ്റ് എന്ന് പേര് കേട്ടുന്നത്. It is called as polycarbonate of bisphenol A because it is made from bisphenol A and phosgene. അപ്പോൾ ഇതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്. അതാണ് പോളികാർബണേറ്റ് ഓഫ് ബിസ്ഫിനോൾ എ. എന്താണ് പേര്? പോളികാർബണേറ്റ് ഓഫ് ബിസ്ഫിനോൾ എ. അങ്ങനെ പേര് വരാനുള്ള കാരണം ബിസ്ഫിനോൾ എയും ഫോസ്ജീനും കൊണ്ടാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. ബിസ്ഫിനോൾ എയും ഫോസ്ജീനും. അപ്പോൾ ഇതുണ്ടാക്കിയിരിക്കുന്ന പോളിസ്റ്റർ എന്താണ്? കാർബോണിക് ആസിഡ്. ബിസ്ഫിനോൾ എയും ഫോസ്ജീനും ഇതിലുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? പോളികാർബണേറ്റ് ഓഫ് ബിസ്ഫിനോൾ എ എന്നും കൂടി പേര് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ എന്തൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്? ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആണ് പോളികാർബണേറ്റ്. എന്താണ്? ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആണ് പോളികാർബണേറ്റിന്. ഇത് കൂടാതെ PC എന്ന് കൂടി പറയും കേട്ടോ. ഇതിന് ഹൈ ഇമ്പാക്റ്റ്. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ്, ഹൈ ഇമ്പാക്റ്റ് പ്രോപ്പർട്ടീസ്, സ്ട്രെങ്ത് ഉണ്ട്, ക്ലാരിറ്റി ഉണ്ട്, റിട്ടൈനിങ് ഇറ്റ്സ് പ്രോപ്പർട്ടീസ് വെൽ വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. കണ്ടോ? ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുക. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് പ്രോപ്പർട്ടീസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കെമിക്കലി ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഡൈല്യൂട്ട് ആസിഡ്സ് ബട്ട് ഈസ് സ്ട്രോങ്ലി അറ്റാക്ക്ഡ് ബൈ ആൽക്കലീസ് ആൻഡ് ബേസസ് സച്ച് ആസ് അമൈൻസ്. അപ്പോൾ പ്രോപ്പർട്ടീസിൽ കെമിക്കൽ റെസിസ്റ്റൻസിനെ പറ്റിയാണ് പറയുന്നത്. കെമിക്കൽ ആസിഡ് റെസിസ്റ്റൻ്റ് ആണിത്. പക്ഷേ ആൽക്കലിയും സ്ട്രോങ് ബേസസുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ആവും. ആൽക്കലിയും സ്ട്രോങ് ബേസുമായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. ഈസ് പെർമിബിലിറ്റി ടു ബോത്ത് വാട്ടർ വേപ്പർ ആൻഡ് ഗ്യാസസ് ഈസ് ഹൈ. ഇതിൻ്റെ പെർമിബിലിറ്റി, വാട്ടർ വേപ്പറും ഗ്യാസസിൻ്റെയുള്ള പെർമിബിലിറ്റിയാണ്, അത് ഹൈ ആണ്. ഈസ് പെർമിബിലിറ്റി ടു ബോത്ത് വാട്ടർ വേപ്പർ ആൻഡ് ഗ്യാസസ് ഈസ് ഹൈ ആൻഡ് if appreciable barrier properties are required it must be coated. അല്ലേ? അപ്പം എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് പറയുന്നത്? ഒന്നാമത്തേത് വാട്ടർ വേപ്പറിനും ഗ്യാസിനും പെർമിയബിൾ ആണ്. അതുപോലെ തന്നെ ബരിയർ പ്രോപ്പർട്ടി റിക്വയർ ആവണമെങ്കിൽ, അപ്പോൾ ഇത് പെർമിയബിൾ ആണല്ലോ, അപ്പോൾ ബരിയർ പ്രോപ്പർട്ടി കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കോട്ട് ചെയ്യണം. പോളികാർബണേറ്റ്സ് ഹീറ്റ് റെസിസ്റ്റൻസ് ഉണ്ട്, ഇമ്പാക്ട് റെസിസ്റ്റൻസ് ഉണ്ട്, സ്ട്രെങ്ത്തും ക്ലാരിറ്റിയും ഉണ്ട്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് പ്രോപ്പർട്ടി കൂടും. പക്ഷേ ഇതെന്താണ്? ആസിഡ് റെസിസ്റ്റൻ്റ് ആണ്. പക്ഷെ എന്തല്ല? ആൽക്കലിയും ബേസ് റെസിസ്റ്റൻ്റ് അല്ല. ഇത് പെർമിയബിൾ ആണ്, വാട്ടർ പെർമിയബിൾ ആണ്. അതുപോലെ തന്നെ ഗ്യാസിനെയും പെർമിയബിൾ ആണ്. പക്ഷേ ഇത് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൾ അത് ഇല്ലാതാക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കോട്ടിങ് ചെയ്യണം. ഇനി അടുത്തത്, it is not suitable as a shrink film since its range of shrinkage above its heat distortion point is extremely slow. അതായത് ഇതിൻ്റെ ശ്രിങ്കേജ് എന്താണ്? ശ്രിങ്ക് ഫിലിമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. ശ്രിങ്ക് ഫിലിം എന്ന് പറഞ്ഞാൽ പാക്കേജിങ് മെറ്റീരിയലാണ്. ശ്രിങ്ക് ഫിലിമിലെ പോളികാർബണേറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോളികാർബണേറ്റ്സിൻ്റെ ഒരു ഇതും കൂടി, ഡ്യൂ ടു ഇറ്റ്സ് ഹൈ സോഫ്റ്റനിങ് പോയിന്റ്. ഇതിൻ്റെ ഹൈ സോഫ്റ്റനിങ് പോയിന്റ് ആയതുകൊണ്ട് PC ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ മേക്കിംഗ് ഫീഡിങ് ബോട്ടിൽസ്. അതായത് കുട്ടികൾക്കുള്ള ബോട്ടിൽസ് അല്ലേ, പാല് കൊടുക്കുന്ന ബോട്ടിൽസ്. ദീസ് ബോട്ടിൽസ് ക്യാൻ ബി ഹീറ്റ് സ്റ്റെറിലൈസ്ഡ് അറ്റ് ഹൈ കാരണം ഹൈ ടെമ്പറേച്ചറിൽ ഇതിൻ്റെ പ്രോപ്പർട്ടി കൂടിക്കൊണ്ടിരിക്കുന്നതാണ്, ഇൻക്രീസിങ് ടെമ്പറേച്ചറിൽ. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുന്നത് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഫീഡിങ് ബോട്ടിലായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് ഹൈ സോഫ്റ്റനിങ് പോയിൻ്റാണ്.
അതാണ് ഹൈ ടെമ്പറേച്ചറിൽ റെസിസ്റ്റ് ചെയ്യുന്നത്. എ കോമൺ ആപ്ലിക്കേഷൻ ഓഫ് PC ഈസ് ഓവനബിൾ ട്രേസ് ഫോർ ഫ്രോസൺ ഫുഡ്സ് ആൻഡ് പ്രിപ്പയർഡ് മീൽസ് വേർ ഇറ്റ്സ് ലോ ടെമ്പറേച്ചർ ഇമ്പാക്ട് സ്ട്രെങ്ത് ആൻഡ് ഡ്യൂറബിലിറ്റി ആൻഡ് ടഫ്നെസ്. ഇറ്റ് ഈസ് കോമൺലി കോഎക്സ്ട്രൂട്ടഡ് വിത്ത് പെറ്റ്. അപ്പോൾ എന്താണ് ഒരു കോമൺ ആപ്ലിക്കേഷൻ ഇതിൻ്റെയെന്ന് വെച്ചാൽ ഒന്ന് ഫീഡിംഗ് ബോട്ടിൽ പറഞ്ഞു, രണ്ടാമതെന്ന് വെച്ചാൽ ഓവനിൽ വെക്കുന്ന ട്രെയിൽ, നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓവനിലേക്ക് വെക്കുന്ന ട്രെയിലായിട്ട് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഈ PC ആണ് യൂസ് ചെയ്യുന്നത്. ഹൈ ഡ്യൂറബിലിറ്റിയും ഉണ്ട്, ടഫ്നെസ്സും ഉണ്ട്. ഇറ്റ് ഈസ് കോമൺലി കോ എക്സ്ട്രൂട്ടഡ് വിത്ത് പെറ്റിൻ്റെ കൂടെ കോഎക്സ്ട്രൂഷൻ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് PC സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. The film has been used for boil-in backpacks and when coated with LDP for skin packaging. ബോയിൽ-ഇൻ പാക്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അതായത് നമ്മൾ ബാഗ് ആക്കിയതിന് ശേഷം അതെന്ത് ചെയ്യുക, ചൂടാക്കാനും ആ ബാഗ് വെച്ചിട്ട് ബോയിൽ ചെയ്യും. ഇപ്പോൾ ഫീഡിങ് അത് ബോട്ടിൽ ചൂടാക്കുമല്ലേ, ഇത് അതുപോലെയല്ല. അത് പാക്ക് ചെയ്ത സാധനം ഉണ്ടാവും, പാക്കേജ് ഉണ്ടാവും, അതിൽ ഫുഡ് ഉണ്ടാവും, അത് പാക്ക് ചെയ്യും, എന്നിട്ട് അതിനെന്ത് ചെയ്യും, നമ്മൾ ചൂടാക്കുന്നു. ഇത് LDPൻ്റെ നമ്മൾ ഇതിൽ കോട്ട് ചെയ്താൽ നമ്മൾ സ്കിൻ പാക്കേജിങ് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ കറക്റ്റ് റാപ്പ് ചെയ്ത് പാക്ക് ചെയ്യുന്നതിനാണ് പറയുന്നത്. Because of its good stability at high temperatures, uses such as retort pouch and for microwave oven cookware are envisaged. മൈക്രോവേവ് ഓവനിൽ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ പറഞ്ഞു ഫ്രോസൺ ഫുഡ് മൈക്രോവേവ് ചെയ്യുന്നതെന്നും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ മൈക്രോവേവിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് പറ്റും. അതുപോലെ തന്നെ റിട്ടോർട്ട് പൗച്ചിന് ഇത് യൂസ് ചെയ്യാൻ പറ്റും. റിട്ടോർട്ട് പൗച്ച് എന്താ നമുക്ക് പഠിക്കാം. റിട്ടോർട്ട് പൗച്ചിന് ഇത് എത്രയേ ഉള്ളൂ, നമ്മളിത് ഫുഡ് മെറ്റീരിയൽ പാക്ക് ചെയ്തതിന് ശേഷം അതിനെ ചൂടാക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്. ഇനി അടുത്ത ഇത് വാക്വം മെറ്റലൈസിങ് ആണ്. Gives good result because of polycarbonate transparency and the finished product will have high gloss. ഉണ്ടാവും. വാക്വം മെറ്റലൈസ് ചെയ്യാൻ പറ്റും, നല്ല ഗുഡ് റിസൾട്ട് തരും. അപ്പം പോളികാർബണേറ്റ് ട്രാൻസ്പെറൻറ്റ് ആയതുകൊണ്ട് ഹൈ ഗ്ലോസ് ആയിരിക്കും ഫിനിഷ്ഡ് പ്രൊഡക്റ്റിൽ ഉണ്ടാവുക. അപ്പോൾ പോളികാർബണേറ്റ് കഴിഞ്ഞു. അപ്പോൾ പോളികാർബണേറ്റ് എന്താണ്, കാർബണിക് ആസിഡിൻ്റെ എന്തായിരുന്നു പോളിസ്റ്റേഴ്സാണ്. അതിൻ്റെ ഈ അൺസ്റ്റേബിൾ കാർബോണിക് ആസിഡാണ് അതിൻ്റെ പോളിസ്റ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ കൂടെ കാർബണേറ്റ് ലിങ്കേജ് സോഡിയം സാൾട്ട് ഓഫ് ബിസ്ഫിനോൾ എ ആണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്. എന്താണ്, കാർബണേറ്റ് ഗ്രൂപ്പാണ് അതിൻ്റെ ബാക്ക് ബോൺ ചെയ്യുന്നത്. അതുകൊണ്ട് പോളികാർബണേറ്റ് ഓഫ് ബിസ്ഫിനോൾ എ എന്ന് പറയും. കാരണം ബിസ്ഫിനോൾ എയും ഫോസ്ജീൻ, അപ്പോൾ രണ്ട് പേര്, ഒന്ന് പോളികാർബണേറ്റ്, രണ്ടാമത്തെ പോളികാർബണേറ്റ് ഓഫ് ബിസ്ഫിനോൾ എ. പ്രോപ്പർട്ടീസ് ടെമ്പറേച്ചർ റെസിസ്റ്റൻസ്, ഹൈ ഇമ്പാക്റ്റ്, സ്ട്രെങ്ത്, ക്ലാരിറ്റി, ഇൻക്രീസിങ് ടെമ്പറേച്ചർ പ്രോപ്പർട്ടീസ് റിറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. കെമിക്കലി ഇതെന്താണ്, ഡൈല്യൂട്ട് ആസിഡിന് റെസിസ്റ്റ് ചെയ്യും, പക്ഷേ ആൽക്കലിയും ബേസിനും റെസിസ്റ്റൻ്റ് അല്ല. അപ്പോൾ പെർമിബിലിറ്റിയും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കുറയ്ക്കാൻ വേണ്ടി ചെയ്യേണ്ടത് കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. സ്രിങ്ക് ഫിലിമായിട്ട് ഇതിന് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് സോഫ്റ്റനിങ് പോയിൻറ്റ് കൂടുതലായതുകൊണ്ട് ഫീഡിംഗ് ബോട്ടിലായിട്ട് യൂസ് ചെയ്യും. അതുപോലെ തന്നെ ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഓവനിൽ ഉപയോഗിക്കുന്നതിന് യൂസ് ചെയ്യുന്നു. ബോയിലിംഗ് ബാഗ് ടെമ്പറേച്ചർ റെസിസ്റ്റൻ്റ് ആണല്ലോ, അപ്പം അതിന് വേണ്ടി ബോയിലിംഗ് ബാഗ്സ് യൂസ് ചെയ്യുന്നു. ഗുഡ് സ്റ്റെബിലിറ്റി ആൻഡ് ഹൈ ടെമ്പറേച്ചർ, അതുകൊണ്ട് തന്നെ റിട്ടോർട്ട് പൗച്ചിനും മൈക്രോവേവ് ഓവനിലും കുക്ക്വെയറിൽ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. Vacuum metallizing gives good result because of polycarbonate transparency. The finished product will have high gloss. അതായത് വാക്വം മെറ്റലൈസ് ചെയ്യാന്നാണ് പ്രോസസ്സാണ്. അതിന് ഗുഡ് റിസൾട്ട് തരും. എന്നുവെച്ചാൽ അതിന് ഹൈ ട്രാൻസ്പെറൻസി കൂടുതലായതുകൊണ്ട് ഹൈ ഗ്ലോസ് ആണ്. നെക്സ്റ്റ് വൺ പോളിയമൈഡ്സ് അല്ലെങ്കിൽ നൈലോൺസ്. പോളിയമൈഡ്സ് അല്ലെങ്കിൽ നൈലോൺസ്. Nylons are one of the most common polymers used as fiber. Nylon is found in clothing all the time but also in other places in the form of thermoplastic. അപ്പോൾ നൈലോൺ എന്താണ്, ഒരു ക്ലോത്തിങ്ങിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ അപ്പോൾ അതിൽ തെർമോപ്ലാസ്റ്റിക് ആൻഡ് മറ്റുള്ള ഫോമിലും. Nylons are also called polyamides because of the characteristics amide groups in the backbone chain. Nylons are also called polyamides. Nylonsന് എന്തും കൂടി പറയുന്നുണ്ട്, polyamides എന്നും കൂടി പറയുന്നുണ്ട്. Because of the characteristics amide groups in the backbone chain. Backbone chainൽ എന്തുണ്ട്, amide group ഉണ്ട്. It can be seen that two different forms of nylon films are available based on their resin manufacture. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് ഫോംസ് കാണുന്നുണ്ട്. ഏതൊക്കെയാണ്, നൈലോൺ 6ഉം നൈലോൺ 6,6ഉം. നൈലോൺ 6ഉം നൈലോൺ 6,6ഉം അതിൻ്റെ മാനുഫാക്ചറിൻ്റെ റെസിൻ യൂസ് ചെയ്തിട്ടാണ് അതുപോലെയാണ് തിരിച്ചിരിക്കുന്നത്. In general, nylons are highly permeable to water vapor and the absorbed water
having a plasticizing effect which causes a reduction in tensile strength and increase in impact strength. The permeability of oxygen and the gases is quite low. അപ്പോൾ മെയിനായിട്ടുള്ള നൈലോണിൻ്റെ പ്രശ്നം എന്താണ്, വാട്ടറിന് ഹൈലി പെർമിയബിൾ ആണ്. ഈ വാട്ടറിന് പെർമിയബിൾ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എന്ത് ചെയ്യും, ഇതിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത് കുറയ്ക്കും. ബാക്കിയുള്ളൊന്നും പ്രശ്നമില്ല. ഇമ്പാക്ട് സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. ഓക്സിജൻ പെർമിയബിലിറ്റി കുറവാണ്. എന്താണ്, ഗ്യാസസും ഓക്സിജൻ പെർമിയബിലിറ്റി ഒക്കെ കുറവാണ് ഡ്രൈ ആയിരുന്ന സമയത്ത്. അതായത് വാട്ടർ പെർമിയബിൾ ആണ് കേട്ടോ. ഗ്യാസും ഓക്സിജനും ഇംപെർമിയബിൾ ആണ്. ഇംപെർമിയബിൾ എന്ന് വെച്ചാൽ ലോ ആണ്. അതുപോലെ തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് കുറവാണ്, പക്ഷേ ഇമ്പാക്ട് സ്ട്രെങ്ത് കൂടുതലാണ്. ഇനി അടുത്ത PVDC കോപോളിമർ കോട്ടക് നൈലോൺസ് ഓഫർ ഇംപ്രൂവ്ഡ് ഓക്സിജൻ ആൻഡ് മോയ്സ്ചർ വേപ്പർ ആൻഡ് UV ലൈറ്റ് ബാരിയർ പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താണ്, വാട്ടർ വേപ്പർ ട്രാൻസ്മിഷൻ റേറ്റ് കുറവാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ കോപോളിമർ ചെയ്യണം, മറ്റെന്തെങ്കിലുമായിട്ട് കൂട്ടണം. അത് കൂട്ടുന്നത് എന്തെന്നാണ് PVDC. പഠിച്ചതല്ലേ PVD, പോളി വിനിൽഡൈൻ ക്ലോറിൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതുമായിട്ട് നമ്മൾ പ്രോപ്പർട്ടി കൂട്ടുന്നു. അത് ഓർഡർ റിട്ടൻഷൻ ഈസ് എക്സ്റ്റൻസലൻറ്റ് ആൻഡ് ഫിലിംസ് ആർ ടേസ്റ്റ്ലെസ്, ഓർഡർലെസ് ആൻഡ് നോൺ ടോക്സിക് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രോപ്പർട്ടീസിൽ അടുത്തതാണ്. ഓർഡർ റിട്ടൻഷൻ എക്സലൻ്റ് ആണ്, ഫിലിംസ് ടേസ്റ്റ്ലെസ് ആണ്, ഓർഡർലെസ് ആണ്, നോൺ ടോക്സിക് ആണ്. അപ്പോൾ ഫുഡിന് യൂസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ലാത്ത സാധനമാണ്. Biaxial orientation of nylon films provides improved flex crack resistance, mechanical barrier properties. ഇതിൻ്റെ ബയാക്സിൽ ഓറിയൻറ്റേഷൻ നൈലോൺ ഫിലിംസിനെ ചെയ്യുമ്പോൾ അതെന്താ, ക്രാക്ക് റെസിസ്റ്റൻ്റ് ആയിരിക്കും, മെക്കാനിക്കൽ ബാരിയർ പ്രോപ്പർട്ടീസൊക്കെ കൂട്ടും. ഇതൊരു പ്രോസസ്സാണ് ബയാക്സിൽ ഓറിയൻറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ PP പഠിച്ചില്ലായിരുന്നു, അതുപോലെ തന്നെ PAയിലും നൈലോണിലും ബയാക്സിലി ഓറിയൻറ്റഡ് ചെയ്യുന്നു. അത് ചെയ്താൽ റെസിസ്റ്റൻസും മെക്കാനിക്കൽ പ്രോപ്പർട്ടിയും ബാരിയർ പ്രോപ്പർട്ടിയും ഇൻക്രീസ് ചെയ്യും. ദീസ് ഫിലിംസ് ഹാവ് ന്യൂ ആപ്ലിക്കേഷൻസ് ഇൻ പാക്കേജിംഗ് ഫുഡ് സച്ച് ആസ് പ്രോസസ്ഡ് ആൻഡ് നാച്ചുറൽ ചീസ്, ഫ്രഷ് ആൻഡ് പ്രോസസ്ഡ് മീറ്റ് ആൻഡ് ഫ്രോസൺ ഫുഡ്. ഇന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ നൈലോൺ യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, പ്രോസസ്ഡ് ആൻഡ് നാച്ചുറൽ ചീസിൽ, ഫ്രഷ് ആൻഡ് പ്രോസസ്ഡ് മീറ്റിൽ, ഫ്രോസൺ ഫുഡിൽ യൂസ് ചെയ്യുന്നുണ്ട്. ദേ ആർ യൂസ്ഡ് ഇൻ പൗച്ചസ് ആൻഡ് ബാഗ് ഇൻ ബോക്സ് സ്ട്രക്ചേഴ്സ്. അപ്പോൾ പൗച്ചസിലും നൈലോൺ യൂസ് ചെയ്യുന്നുണ്ട്, ബാഗ് ഇൻ ബോക്സിലും പോളിയമൈഡ്സ് അല്ലെങ്കിൽ നൈലോൺ യൂസ് ചെയ്യുന്നുണ്ട്. Recently, a new amide-based polymer MSD6 has been made from metaxylene diamine and adipic acid. Biaxially oriented film produced from this polymer is used in several packaging applications. അപ്പോൾ ഇതൊരു പുതിയൊരു നൈലോണാണ്. എന്താണ്, MSD6 എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. It has excellent thermoproperties and provides good barrier to gases and moisture. അപ്പോൾ ഇതിന് എന്താണ്, തെർമൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസസിനും മോയ്സ്ചറിനും ഗുഡ് ബാരിയറാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, നൈലോണ് പോളിയമൈഡ്സ് എന്ന് പറയുന്നത് നൈലോണാണ്. അതിന് അമൈഡ് ബാക്ക് ബോൺ ഉണ്ടായതുകൊണ്ട് തന്നെ പോളിയമൈഡ് എന്ന് പറയുന്നു. ഇതിന് പിന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ 2 ആണ്, രണ്ടെണ്ണം ഉണ്ട്. നൈലോൺ 6 ഉണ്ട്, നൈലോൺ 6 ഉണ്ട്. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഹൈലി പെർമിയബിൾ ആണ് വാട്ടർ പേപ്പറിന്, അതുകൊണ്ട് ഇതിൻ്റെ ടെക്സ്റ്റൈൽ സ്ട്രെങ്ത് കുറയും. ഇനി അല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇമ്പാക്ട് സ്ട്രെങ്ത് കൂടുതലുണ്ട്, ഗ്യാസ് പെർമിയബിലിറ്റി കുറവാണ്, അതുപോലെ തന്നെ ഓക്സിജൻ പെർമിയബിലിറ്റി കുറവാണ്. PVDC. അപ്പോൾ ഇത് ഈ വാട്ടർ പെർമിയബിലിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ചെയ്യുന്ന 2 മെത്തേഡ്, ഒന്ന് കോപോളിമർ PVDC ആയിട്ട് ചെയ്യുക, രണ്ടാമത്തെ ബയാക്സിലി ഓറിയൻറ്റേഷൻ ചെയ്ത്. രണ്ടും ചെയ്താൽ വാട്ടർ വേപ്പർ പെർമിയബിലിറ്റി കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ ഓർഡർ റിട്ടൻഷൻ എക്സലൻ്റ് ആണ്, ഫിലിം ടേസ്റ്റ്ലെസ് ആണ്, ഓർഡർലെസ് ആണ്, നോൺ ടോക്സിക് ആണ്. ഇനി അടുത്തത് ഉപയോഗിക്കുന്നത് എവിടെയാണ്, പ്രോസസ്ഡ് ആൻഡ് നാച്ചുറൽ ചീസ്, ഫ്രഷ് ആൻഡ് പ്രോസസ്ഡ് മീറ്റ്സ് ആൻഡ് ഫ്രോസൺ ഫുഡിൽ ഉപയോഗിക്കുന്നു. ഇത് പൗച്ചസ് ആൻഡ് ഇൻ ബാഗ് ഇൻ സ്ട്രക്ചേഴ്സ്, ബോക്സസ് സ്ട്രക്ചേഴ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പുതിയൊരു ഡെവലപ്മെൻ്റ് ആണ് MSD6 എന്ന് പറയുന്നത്. പോളിയമൈഡിൻ്റെ പുതിയൊരു ഡെവലപ്മെൻറ്റ്. ഇത് ബാരിയർ പ്രോപ്പർട്ടീസ് കൂടുതലായിരിക്കും. ബയാക്സിലി ഓറിയൻറ്റേഷൻ ചെയ്താൽ എന്താണ്, സെവറൽ പാക്കേജിങ് ആപ്ലിക്കേഷൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എന്ന് വെച്ചാൽ പ്രത്യേകത എന്താണ്, ഗുഡ് ബാരിയർ ടു ഗ്യാസസ് ആൻഡ് മോയ്സ്ചർ ആണ്. ഗുഡ് ബാരിയർ ടു ഗ്യാസസ് ആൻഡ് മോയ്സ്ചർ. നെക്സ്റ്റ് വൺ, പോളിസ്റ്റൈറീൻ. പോളിസ്റ്റൈറീൻ അല്ലെങ്കിൽ PS. If ethylene and benzene are reacted together with a suitable catalyst, എത്തിലീനും ബെൻസീനും റിയാക്ട് ചെയ്തു എങ്ങനെ, വിത്ത് എ suitable catalyst, ethylene benzene is formed. എന്താണ് ഫോം ചെയ്യുന്നത്, ഈഥൈൽ ബെൻസീൻ ഈസ് ഫോംഡ്. എത്തിലീനും ബെൻസീനും കൂടി കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നു, ഈഥൈൽ ബെൻസീന് ഫോം ചെയ്യുന്നു. ഫർദർ, എ പ്രോസസ് ഓഫ് ഡീഹൈഡ്രോജനേഷൻ പ്രൊഡ്യൂസസ് സ്റ്റൈറീൻ.
അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, പോളിസ്റ്റൈറീനാണ്. സ്റ്റൈറീൻ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് നമ്മളില്ല. അപ്പോൾ അതിനെ ഉണ്ടാക്കണം. ഉണ്ടാക്കുമ്പോൾ എന്താണ്, ആദ്യം ഇഥാൽ ബെൻസീൻ ഉണ്ടാക്കുന്നു. എങ്ങനെ? എത്തിലീനും ബെൻസീനും കൂടി കമ്പൈൻ ചെയ്തിട്ട്. എന്നിട്ട് ഇതിനെ ഡീഹൈഡ്രോജനേഷൻ ചെയ്തിട്ട് സ്റ്റൈറീൻ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നു. ഈ സ്റ്റൈറീൻ വെച്ചിട്ടാണ് എന്താക്കുന്നത്? പോളിസ്റ്റൈറീൻ. നമ്മൾ അതിൻ്റെ പോളിമറൈസേഷൻ വഴി പോളിസ്റ്റൈറീൻ ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? Polystyrene homopolymer known as crystal. Polystyrene in the trade is an amorphous, colorless and transparent commodity thermoplastic ആണ്. അപ്പോൾ ഇത് തെർമോപ്ലാസ്റ്റിക് ആണ്, അമോർഫസ് ആണ്, കളർലെസ് ആണ്, ട്രാൻസ്പെറൻ്റ് ആണ്. ഇറ്റ് ഈസ് റിജിഡ്, ബ്രിട്ടിൽ, റിലേറ്റീവ്ലി ഹാർഡ് ആൻഡ് ഹാസ് എക്സലൻറ്റ് ഗാമ റേഡിയേഷൻ റെസിസ്റ്റൻസ്, ഗുഡ് ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ബട്ട് ഹാസ് പുവർ കെമിക്കൽ ആൻഡ് UV റെസിസ്റ്റൻസ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി റേഡിയേഷൻ സ്റ്റെറിലൈസ്ഡ്. ഇത് ഓരോ പോയിൻ്റായിട്ട് വേണേൽ പ്രോപ്പർട്ടീസിലായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ്? റിജിഡാണ്, ബ്രിട്ടിലാണ്, ഹാർഡാണ്, ഗാമ റേഡിയേഷൻ റെസിസ്റ്റൻ്റ് ആണ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, പക്ഷേ പുവർ കെമിക്കൽ ആൻഡ് UV റെസിസ്റ്റൻസ് ആണ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി റേഡിയേഷൻ സ്റ്റെറിലൈസ്. ഇത് റേഡിയേഷൻ സ്റ്റെറിലൈസ് ചെയ്യാനും പറ്റും. ഇനി അടുത്തത് പ്രോപ്പർട്ടീസ് ഓഫ് പോളിസ്റ്റൈറീൻ ദാറ്റ് മേക്സ് ഇറ്റ് യൂസ്ഫുൾ ഫോർ മെനി ആപ്ലിക്കേഷൻസ് ആസ് എ സോളിഡ് പോളിമർ ഓൾസോ മേക്ക് ഇറ്റ് വെരി ഡിസൈറബിൾ ആസ് എ ഫോം. മനസ്സിലായില്ലേ? അതായത് ഇതിൻ്റെ എന്താണ് ഈ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് സോളിഡ് പോളിമറായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ദ PS ഫോം ഹാസ് എ ഹൈ മോഡുലസ്, ഗുഡ് വാട്ടർ റെസിസ്റ്റൻസ്, ലോ മോയ്സ്ചർ ട്രാൻസ്ഫോർമേഷൻ, ഈസ് ഓഫ് ഫാബ്രിക്കേഷൻ ആൻഡ് ലോ കോസ്റ്റ്. അതായത് ഈ പോളിസ്റ്ററിൻ്റെ സോളിഡ് പോളിമറായ PS ഫോമിലാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്താണ്? എന്തൊക്കെയാണ് പ്രോപ്പർട്ടി? മോഡുലസ്, ഹൈ മോഡുലസ്, ഗുഡ് വാട്ടർ റെസിസ്റ്റൻസ്, ലോ മോയ്സ്ചർ ട്രാൻസ്മിഷൻ, ഈസ് ഓഫ് ഫാബ്രിക്കേഷൻ ആൻഡ് ലോ കോസ്റ്റ്. ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഇത് ഏറ്റവും നല്ല ഈ PS ഫോമിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ക്ലോസ്ഡ് സെൽ ഫോംസ് ഹാവ് എക്സലൻറ്റ് തെർമൽ ഇൻസുലേറ്റിംഗ് കപ്പാബിലിറ്റി, ലോ വെയ്റ്റ് ആൻഡ് ലോ ഗുഡ് ക്യുഷനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എന്തൊക്കെയാണ്? ക്ലോസ്ഡ് സെൽ ഫോം ആണെങ്കിൽ തെർമൽ ഇൻസുലേറ്റിംഗ് കപ്പാബിലിറ്റി ഉണ്ട്, ലോ വെയ്റ്റ് ആൻഡ് ഗുഡ് ക്യുഷനിങ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ PS ഫോം എന്ന് പറയുന്നൊരു ഇതിൻ്റെ ഒരു ടൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഫോമിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇതൊക്കെ. ക്ലോസ്ഡ് സെൽ ഫോം ആണെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇത് എക്സലൻറ്റ് തെർമൽ ഇൻസുലേറ്റിംഗ് ആണ്, ലോ വെയ്റ്റ് ആൻഡ് ഗുഡ് ക്യുഷനിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ദ കോമ്പിനേഷൻ ഓഫ് ദോസ് പ്രോപ്പർട്ടീസ് പ്രൊവൈഡ്സ് എ വൈഡ് സ്പെക്ട്രം ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസിൻ്റെ കോമ്പൈൻ ചെയ്താൽ എന്തായിരിക്കും ഏറ്റവും നല്ല മെറ്റീരിയൽ? നമുക്ക് കുറേ വൈഡായിട്ട് ഫുഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റും? ഇത് പോളിസ്റ്റൈറിൻ യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് പോളിസ്റ്റൈറിനിൽ രണ്ട് ടൈപ്പ് ഓഫ് പോളിസ്റ്റൈറിൻ വരുന്നുണ്ട്. അതാണ് ഹൈ ഇമ്പാക്റ്റ് പോളിസ്റ്റൈറിൻ ഓർ HIPS. വെൻ മോഡിഫൈഡ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഇലാസ്റ്റോമസ്, പോളിസ്റ്റൈറിൻ ഹോമോപോളർ പോളിമർ ടേൺസ് ഇൻറ്റു ഹൈ ഇമ്പാക്റ്റ് പോളിസ്റ്റൈറിൻ ഓർ HIPS. അതായത് ഈ ഇൻകോർപ്പറേറ്റ് എന്തുമായിട്ട്? പോളിസ്റ്റൈറിനുമായിട്ട് ഇലാസ്റ്റോമസ്. അങ്ങനെയാകുമ്പോൾ ഇതെന്താവും? ഹൈ ഇമ്പാക്റ്റ് പോളിസ്റ്റൈറിൻ ആകുമാണ്, വിച്ച് ഈസ് യൂഷ്വലി ഒപ്പേക്ക്. ആസ് എ റിസൾട്ട് എ വൈഡ് വെറൈറ്റി ഓഫ് കൊമേഴ്ഷ്യൽ പോളിസ്റ്റൈറിൻ ഗ്രേഡ്സ് ആർ അവൈലബിൾ. ഇത് സാധാരണഗതിയിൽ ഒപ്പേക്കാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഹൈ കൊമേഴ്ഷ്യൽ പോളിസ്റ്റൈറിൻ അവൈലബിൾ ആണ്. HIPS ഈസ് ആൻ എക്സലൻറ്റ് മെറ്റീരിയൽ ഫോർ തെർമോഫോമിംഗ്. HIPS is an excellent material for thermoforming because it is transparent. The use of radiant heat for thermoforming is inefficient and pigmented sheet is often used. Pigmented sheet is often used. അതായത് HIPS എന്ന് പറയുന്നത് ഒരു എക്സലൻറ്റ് മെറ്റീരിയലാണ് തെർമോഫോമിങ്ങിൻ്റെ. ബിക്കോസ് ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്. ഇത് ട്രാൻസ്പെറൻ്റ് ആണ്. Because it is transparent, the use of radiant heat for thermoforming is inefficient ആണ്. എന്താണ്? ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് ഈ റേഡിയൻറ്റ് ഹീറ്റ് തെർമോഫോമിങ് പറ്റൂല. പിഗ്മെൻറ്റഡ് ഷീറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ആൻഡ് പിഗ്മെൻറ്റഡ് ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇഞ്ചക്ഷൻ മോൾഡഡ് ഇൻ ടു ട്യൂബ്സ് വിച്ച് ഫൈൻഡ് വൈഡ് യൂസ് ഇൻ ഫുഡ് പാക്കേജിംഗ്. ഡെസ്പൈറ്റ് ബീങ് ഒപ്പേക്ക്, ക്രിസ്റ്റൽ ഗ്രേഡ് PS can be made into a film but is brittle unless the film is biaxially or. HIPS ആദ്യം കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലാണ്, ഈ ട്യൂബാക്കിയിട്ട്, അതായത് ഇഞ്ചക്ഷൻ മോൾഡ് ചെയ്തിട്ട് ട്യൂബ് ഉണ്ടാക്കുന്നു. അങ്ങനെ ഫുഡ് പാക്കേജിങ്ങിൽ ഇത് യൂസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? അതുപോലെ ക്രിസ്റ്റൽ ഗ്രേഡ് PS ഉണ്ട്, ക്യാൻ ബി മെയ്ഡ് ഇൻ ടു എ ഫിലിം ബട്ട് ഇറ്റ് ഈസ് ബ്രിട്ടിൽ അൺലെസ് ദ ഫിലിം ഈസ് അപ്പോൾ ബയോക്സിൽ ഓറിയൻറ്റഡ് ചെയ്തിട്ട് ഫിലിം ഉണ്ടാക്കുക. അപ്പോൾ ക്രിസ്റ്റൽ മെയ്ഡ് ഫിലിം ഉണ്ടാക്കുക PS. അത് അല്ലെങ്കിൽ അങ്ങനെ ബയോക്സിൽ ഓറിയൻറ്റ് ചെയ്തില്ലെങ്കിൽ എന്തായിരിക്കും?
ബ്രിട്ടിലായിരിക്കും, പെട്ടെന്ന് പൊട്ടിപ്പോവും. അപ്പോൾ ബയാക്സിലി ഓറിയൻറ്റ് ചെയ്തിട്ട് ഫിലിം ഉണ്ടാക്കുക HIPSൽ. ഇനി അടുത്തത് എക്സ്റ്റാൻഡഡ് പോളിസ്റ്റെറീൻ ആണ്. എക്സ്റ്റാൻഡഡ് പോളിസ്റ്റെറീൻ HIPSും എക്സ്പാൻഡഡ് ആണ്. എക്സ്പാൻഡഡ് പോളിസ്റ്റെറീൻ. അപ്പോൾ ഇതെന്താണ്? ഈസ് എ റിജിഡ് ക്ലോസ്ഡ് സെൽ തെർമോപ്ലാസ്റ്റിക് ഫോം മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ഫ്രം സോളിഡ് ബീഡ്സ് ഓഫ് പോളിസ്റ്റെറീൻ. അപ്പോൾ പോളിസ്റ്റെറീൻ ഉണ്ടാക്കുന്ന സോളിഡ് ബീഡ്സ് നിന്നുണ്ടാക്കുന്ന റിജിഡ് ക്ലോസ്ഡ് സെൽ തെർമോപ്ലാസ്റ്റിക് ആണ്. which is polymerized from styrene monomer and contains an expansion gas. പെൻറ്റേൻ കണ്ടോ, എക്സ്പാൻഡഡ് പോളിസ്റ്റെറീൻ. അപ്പോൾ ഇതിൽ എന്താണ് എക്സ്പാൻഷൻ ഗ്യാസ് ഉണ്ട്, അതെന്താണ് പെൻറ്റേൻ. ഡിസോൾവ് വിത്തിൻ ദ പോളിസ്റ്റെറീൻ ബീഡ്. ഓരോ പോളിസ്റ്റെറീൻ ബീഡിലും ഈ എക്സ്പാൻഷൻ ഗ്യാസ് ഉണ്ടാവും. അങ്ങനെ ഈ ഗ്യാസ് വെച്ചിട്ടാണ് ഇതെന്തുണ്ടാക്കുന്നത്, എക്സ്പാൻഡഡ് പോളിസ്റ്റെറീൻ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, ഒന്നാമത്തെ പ്രോപ്പർട്ടി വാട്ടർ പ്രൂഫാണ്, ഇൻസൊല്യൂബിളാണ്. അവിടെ ഒരു ഇത് ഉണ്ട് കേട്ടോ, സ്പെല്ലിംഗ് തെറ്റുണ്ട്, ഇൻസൊല്യൂബിൾ യു ഉണ്ട് കേട്ടോ ഇവിടെ. ഹൈ ഇമ്പാക്റ്റ് ആണ്, ലോങ് ടേം സ്റ്റേബിൾ ആണ്, നോൺ ടോക്സിക് ആണ്, തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, കെമിക്കലി ഇന്നേർട്ടും ആണ്. കെമിക്കലി ഇന്നേർട്ട് ആണ്. സോ അപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രോപ്പർട്ടീസ്? വാട്ടർ പ്രൂഫാണ്, ഇൻസൊല്യൂബിൾ ആണ്, ഇത് മാറ്റിയിട്ടാണ്. ഹൈ ഇമ്പാക്റ്റ് ആണ്, ലോങ് ടേം സ്റ്റേബിൾ ആണ്, നോൺ ടോക്സിക് ആണ്, തെർമൽ കണ്ടക്ടിവിറ്റി ആണ്, കെമിക്കലി ഇന്നേർട്ടാണ്. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസാണ് എന്തിനുള്ള എക്സ്പാൻഡഡ് പോളിസ്റ്റെറീനിലുള്ളത്. അപ്പോൾ ഹൈ ഇമ്പാക്ട് പോളിസ്റ്റെറീനിൽ 2 ടൈപ്പ്, ഹൈ ഇമ്പാക്ട് പോളിസ്റ്റെറീനും എക്സ്പാൻഡഡ് പോളിസ്റ്റെറീനും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച എന്തൊക്കെയാണ്? ഒന്നാമത്തെ പഠിച്ച PC പോളികാർബണേറ്റ്സ്, രണ്ടാമത് പഠിച്ച PA നൈലോൺസ് അല്ലെങ്കിൽ പോളി അമൈഡ്സ്, മൂന്നാമത് പഠിച്ച PS അല്ലെങ്കിൽ പോളിസ്റ്റെറീൻ. ഇതോടുകൂടി നമുക്ക് പഠിക്കാനുള്ള പ്ലാസ്റ്റിക്കിലുള്ള മൊത്തം ടോപ്പിക്സും കഴിഞ്ഞു. ഓക്കെ, ഗുഡ് ബൈ.